ഹായ് ഓൾ, ഗൂഗിളിൻ്റെ ഏറ്റവും പുതിയ AI അപ്ഡേറ്റ് ആയ ജെമിനി 3.1 പ്രോ മോഡൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കുകൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പുതിയ AI മോഡലിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് നമുക്ക് ക്വിക്കായിട്ടൊന്ന് നോക്കാം. ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് റീസണിങ് കപ്പാസിറ്റി ആണ്. ഹൈ കോംപ്ലക്സ് ആയ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടാണ് ജെമിനി 3.1 പ്രോ എന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. പഴയ മോഡലുകളെക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും ലോജിക്കായിട്ട് ചിന്തിക്കാനും ഈ ഒരു മോഡലിന് കഴിവുണ്ട്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഡബിൾ പെർഫോമൻസ് ബെഞ്ച് മാർക്സ് ആണ്. പുതിയ ലോജിക് പാറ്റേൺസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ള ARC AGI 2 എന്ന ടെസ്റ്റിംഗ് ബെഞ്ച് മാർക്കിൽ ഈ ഒരു പുതിയ ജെമിനി 3.1 പ്രോ മോഡലിന് 77.1% സ്കോർ ആണ് കിട്ടിയിരിക്കുന്നത്. പഴയ ജെമിനി 3 പ്രോ മോഡലിനേക്കാൾ ഡബിൾ പെർഫോമൻസ് ആണ് ഈ ഒരു മോഡലിന് ഉള്ളത്. മൂന്നാമത്തത് കോഡ് ബേസ്ഡ് ആനിമേഷൻസ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഒരു ടെക്സ്റ്റ് പ്രോംപ്റ്റിൽ നിന്ന് വെബ്സൈറ്റുകൾക്ക് വേണ്ട ആനിമേറ്റഡ് SVGകൾ നേരിട്ട് കോഡ് വഴി ജനറേറ്റ് ചെയ്യാനായിട്ട് ഇതിന് കഴിയും. നോർമൽ വീഡിയോസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫയൽ സൈസ് വളരെ കുറവായിരിക്കും. മാത്രമല്ല എത്ര സൂം ചെയ്താലും പിക്സലേറ്റ് ആവില്ല, അതായത് ക്വാളിറ്റി ലോസ് ഒട്ടും ഉണ്ടാവുകയില്ല. നാലാമത്തത് കോംപ്ലക്സ് സിസ്റ്റം സിന്തസിസ് ആണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള APIകളെയും യൂസർ ഫ്രണ്ട്ലി ഡിസൈൻസിനെയും തമ്മിൽ ഇതിന് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കഴിയും. അഞ്ചാമത്തെ ഫീച്ചറാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്, ഇൻ്ററാക്റ്റീവ് ഡിസൈൻ ക്രിയേഷൻ ആണ്. വെറുതെ കോഡ് ജനറേറ്റ് ചെയ്യുക മാത്രമല്ല ജെമിനി 3.1 മോഡൽ ചെയ്യുന്നത്. യൂസേഴ്സിന് ഹാൻഡ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് ട്രാക്കിങ്, അതുപോലെ തന്നെ ജനറേറ്റീവ് ഓഡിയോ സപ്പോർട്ടൊക്കെ ചെയ്യുന്ന കോംപ്ലക്സ് 3D പ്രൊജക്ട്സ് ഇതിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. റിസർച്ചേഴ്സിനും ഡിസൈനേഴ്സിനും ഒക്കെ ഇതൊരു മാസീവ് അപ്ഗ്രേഡ് ആണ് നൽകുന്നത്. ആറാമത്തെ ഫീച്ചർ ക്രിയേറ്റീവ് കോഡിംഗ് ആണ്. ലിറ്ററേച്ചർ, അതായത് കഥകളുടെയും നോവലുകളുടെയും ഒക്കെ ഐഡിയാസ് മനസ്സിലാക്കി അതിനെ കോഡിങ്ങിലേക്ക് മാറ്റാനായിട്ട് ഇതിന് കഴിയും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു നോവൽ കൊടുത്താൽ വെറുതെ സ്റ്റോറി സമ്മറൈസ് ചെയ്ത് തരികയല്ല ജെമിനി 3.1 പ്രോ മോഡൽ ചെയ്യുന്നത്. ആ നോവലിൻ്റെ തീമും മൂഡും ഒക്കെ ഉൾപ്പെടുത്തി മനോഹരമായിട്ടുള്ളൊരു വെബ്സൈറ്റ് തന്നെ ഡിസൈൻ ചെയ്ത് തരാനായിട്ട് ജെമിനി 3.1 പ്രോ മോഡലിന് കഴിയും. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. നിലവിൽ ഇത് പ്രിവ്യൂ മോഡലായിട്ടാണ് ഗൂഗിൾ ഇറക്കിയിട്ടുള്ളത്. ഡെവലപ്പേഴ്സിന് ജെമിനി API, ഗൂഗിൾ AI സ്റ്റുഡിയോ, പിന്നെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വഴി ഇത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ ബിസിനസ്സസിന് വെർട്ടെക്സ് AI വഴി ഇത് യൂസ് ചെയ്യാം. റെഗുലർ യൂസേഴ്സിന് ജെമിനി ആപ്പ് വഴിയും നോട്ട്ബുക്ക് LM വഴിയും ഗൂഗിൾ AI സ്റ്റുഡിയോ വഴിയും നമുക്കിതിപ്പോൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഗൂഗിൾ AI പ്രോ അൾട്രാ പ്ലാൻ ഉള്ളവർക്ക് കൂടുതൽ യൂസേജ് ലിമിറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ നോർമൽ ആയിട്ടുള്ളവർക്കും ഫ്രീ യൂസേഴ്സിനും ഇപ്പോൾ ജെമിനിയും നോട്ട്ബുക്ക് LM അതുപോലെ നമ്മുടെ AI സ്റ്റുഡിയോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് യൂസ് കേസസ് ഒന്ന് ക്വിക്കായിട്ടൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്സും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ജെമിനി ആപ്പിൽ വരിക. ജെമിനിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കിപ്പോൾ അഡ്വാൻസ്ഡ് മാത്ത് ആൻഡ് കോഡിംഗ് വിത്ത് 3.1 പ്രോ എന്ന് കാണാൻ പറ്റും. ഈ ഒരു മോഡലാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഇതാണ് ജെമിനിയുടെ പുതിയ 3.1 പ്രോ മോഡൽ. ഇനി അല്ലെങ്കിൽ AI സ്റ്റുഡിയോയിൽ വരിക. AI സ്റ്റുഡിയോയിൽ വന്നാലും നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ട്രൈ ജെമിനി 3.1 പ്രോ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഇത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ കോഡിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ AI സ്റ്റുഡിയോയുടെ ഉള്ളിൽ നമുക്കിപ്പോൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 3.1 പ്രോ പ്രിവ്യൂ എന്ന് പറയുന്ന പുതിയ മോഡൽ ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ജെമിനിയിലാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഞാനിവിടെ ജെമിനി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം ഈ ഒരു മോഡൽ ചൂസ് ചെയ്തിട്ടില്ലേ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. ഇവിടെയാണ് നമുക്ക് ജെമിനിയുടെ 3.1 പ്രോ മോഡൽ കിട്ടുന്നത്. ഇനി അതിനുശേഷം കോഡിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടുന്ന് ക്യാൻവാസും കൂടിയും ടൂൾസിൽ നിന്ന് എനേബിൾ ചെയ്തിടുക. എന്നിട്ട് നമുക്കിതൊന്ന് റൺ ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു മോഡലിൻ്റെയും 3.0 മോഡലിൻ്റെയും ഡിഫറൻസസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെയിം പ്രോംപ്റ്റ് തന്നെ നമുക്ക് AI സ്റ്റുഡിയോയുടെ ഉള്ളിൽ 3.3 നമ്മുടെ പഴയ മോഡൽ ജെമിനി 3.0 പ്രോ പ്രിവ്യൂ മോഡൽ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റൺ ചെയ്യാനിടാം. അപ്പം ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാനിതും കൂടി ഒന്ന് റൺ ചെയ്യാനിടുവാണ് ഇവിടെ. അപ്പം നമുക്കിവിടെ കോഡ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ജെമിനി 3.1 പ്രോ മോഡൽ യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്ത് തന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കഴ്സർ മൂവ് ചെയ്യുന്ന അനുസരിച്ച് സാൻഡയുടെ ഐസ് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കണ്ടോ, ഞാൻ കഴ്സർ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഇതിൻ്റെ ഐസ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ നോസിൽ ടച്ച് ചെയ്യുമ്പോൾ Merry Christmas to you എന്നുള്ളത് പറയും. ഇവിടെ അതിൻ്റെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. Merry Christmas to you. അതുപോലെ നമുക്കിവിടെ എന്താണ് സ്നോ പെയ്യുന്ന രീതിയിലുണ്ട്. അതുപോലെ നമുക്കിവിടെ ഒരു ആസ്ക് സാൻഡ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിക്കാം. ടെൽ എ സ്റ്റോറി.
Ho ho ho. Just last night, my dear elves put the finishing touches on 1,000 wooden trains, their tiny hammers clinking a joyful tune across the workshop. Soon, they'll be loaded onto my sleigh, ready for Christmas Eve. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ ലേറ്റസ്റ്റ് മോഡൽ ജനറേറ്റ് ചെയ്ത് തന്നത്. ഇനി നമ്മൾ എ ഐ സ്റ്റുഡിയോയുടെ ഉള്ളിൽ പഴയ മോഡൽ വെച്ച് ജനറേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ജെമിനി 3 പ്രോ മോഡൽ വെച്ച്. അപ്പോൾ നമുക്ക് ഇതാണ് ജനറേറ്റ് ചെയ്ത് തന്നത്, കണ്ടോ. അപ്പോൾ ഇതിലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു 3 ഇത് സെയിം പ്രോംപ്റ്റ് കൊടുത്ത് നമ്മൾ ജനറേറ്റ് ചെയ്താണ്. ഇതിൻ്റെ ഉള്ളിൽ ഇത്രയാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു 3.1 പ്രോ മോഡലിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടി ആനിമേറ്റഡ് ആക്കിയിട്ടും അതുപോലെ ഫ്രണ്ട് എൻഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ഒരു കോംപ്ലക്സ് കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു യൂസ് കേസ് നോക്കാം. ഇപ്പം നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് സ്കൂളിലൊക്കെ നമ്മുടെ ഹൈഡ്രോ പവർ ഡാം ത്രൂ ജനറേറ്റ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റുഡൻസിനെയൊക്കെ നിങ്ങൾക്കത് ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ പഠിപ്പിക്കാനായിട്ട് ഒരു അതിൻ്റെ ഒരു സിമുലേഷൻ മോഡൽ ജനറേറ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരു പ്രോംപ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്രിയേറ്റ് എ ഹൈഡ്രോ പവർ സ്റ്റിമുലേറ്റർ which starts from dam to electricity to home using HTML and CSS and JS എന്ന് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബേസിക് ആയിട്ട് എല്ലാവർക്കും പറയാൻ പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ ടെക്നിക്കൽ അല്ലാത്തവർക്ക് ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസിങ് HTML CSS and JS എന്ന് മാത്രം ഒന്ന് ആഡ് ഓൺ ചെയ്താൽ മതി. എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ സയൻസിലും ഒക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെയുള്ള സിമുലേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് കുട്ടികൾക്ക് അത് വെച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ആകെ ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുക, പിന്നെ യൂസിങ് HTML CSS and JS നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾ ക്യാൻവാസ് എന്ന് പറയുന്ന ഇത് എനേബിൾ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രാക്റ്റീവ് വ്യൂ നിങ്ങൾക്ക് കിട്ടത്തില്ല, കോഡ് മാത്രമാണ് ജനറേറ്റ് ചെയ്ത് തരുള്ളൂ. പിന്നെ നമ്മുടെ മോഡൽ ഒന്ന് ചൂസ് ചെയ്യുക. ഇനി നമുക്ക് റൺ ചെയ്യാം. ഇനി ഈ സെയിം പ്രോംപ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പഴയ മോഡൽ ചെയ്ത പോലെ ക്ലോഡിൻ്റെ അകത്ത് ട്രൈ ചെയ്ത് നോക്കാം. ക്ലോഡിൻ്റെ ഓപ്പസ് 4.6 എന്ന് പറയുന്ന മോഡലാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മോഡൽ. അപ്പോൾ ഈ ഒരു മോഡലിലും ഈ ഒരു സെയിം പ്രോംപ്റ്റ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് എങ്ങനെയാണ് ക്ലോഡ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ രണ്ടിൻ്റെയും കമ്പാരിസൺ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് ജെമിനി 3.1 പ്രോ മോഡൽ ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടല്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഓരോ ഇൻട്രാക്റ്റീവ് കൺട്രോൾസ് ഉണ്ട് നമുക്ക്. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഈ ഒരു ഡാമിൻ്റെ വാൽവ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിത് കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഇത് സ്റ്റോപ്പായി, കണ്ടോ, വാട്ടർ ഫ്ലോ നിന്നു. അതനുസരിച്ച് ജനറേറ്ററിൽ നിന്ന് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ട്രാൻസ്മിഷൻ ലൈൻസ് ത്രൂ ഈ ഒരു ഹോമിലേക്ക്, കൺസ്യൂമറിൻ്റെ ഹോമിലേക്ക് കറണ്ട് എത്തുന്നില്ല. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് സ്ലോലി ഇത് ഓപ്പൺ ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. അതനുസരിച്ച് വാട്ടർ ഫ്ലോ എത്രയുണ്ട്, പവർ ഔട്ട്പുട്ട് എത്ര വരുന്നുണ്ട്, ടർബൈൻ്റെ സ്പീഡ്, ഹോമിലേക്ക് പവർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഓഫ്ലൈനാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. സ്ലോലി അത് പോകുന്നില്ല, കറണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് എന്ത് പറ്റുന്നത്, ഹോമിലെ പവർ ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ചെയ്യാം, ഇതിൻ്റെ വാൽവ് കുറച്ചും കൂടി തുറന്നു കൊടുക്കാം. തുറന്നു കൊടുക്കുന്നതനുസരിച്ച് എന്ത് ചെയ്തു, ഹോമിൽ പവർ വന്നു. അങ്ങനെ ഹോമിൻ്റെ പവർ ഓണായി. അപ്പോൾ ഇതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് നമുക്കത് വിഷ്വലി റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും കുട്ടികളെ. ഇത് കണ്ടോ, അപ്പോൾ ഇത് ഇങ്ങനെ അതനുസരിച്ച് ഈ ഒരു ഇത് ഓപ്പൺ ആവുന്നതനുസരിച്ച് എത്രത്തോളം കറണ്ടും എങ്ങനെയാണത് വാൽവ് ഓപ്പണായി ഇത് ജനറേറ്റ് ചെയ്യുന്നതെന്നും ഒക്കെ ഉള്ളത് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതനുസരിച്ച് പ്രോംപ്റ്റ് മാറ്റി കൊടുക്കാം. അതനുസരിച്ച് നമുക്കത് ജനറേറ്റ് ചെയ്ത് തരും. ഇനി നമ്മൾക്ക് ക്ലോഡ് ജനറേറ്റ് ചെയ്തതെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമുക്ക് ക്ലോഡ് ജനറേറ്റ് ചെയ്ത് തന്നത്. ക്ലോഡ് ജനറേറ്റ് ചെയ്തെന്ന് എൻ്റെ അടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, അതിന് മാത്രം രീതിയിലുള്ള ഇൻട്രാക്റ്റീവ് കാര്യങ്ങളൊന്നും ക്ലോഡ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടില്ല, കണ്ടോ. അതുമല്ല അത്രയൊരു യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, മനസ്സിലാവാവുന്ന രീതിയിലല്ല ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പം ഈ ജെമിനിയിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആർക്കും കുട്ടികൾക്കൊക്കെ മനസ്സിലാവാവുന്ന രീതിയിലും അതുപോലെ അതിനൊരു ഇൻട്രാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും ഇത്. കുട്ടികൾക്ക് എപ്പോഴും എന്താണ്, അവർക്കൊരു ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആയിരിക്കും എപ്പോഴും എളുപ്പം, അല്ലേ. അപ്പോൾ ഇതൊന്ന് ഇൻട്രാക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അവരത് മറന്നു പോവില്ല. അപ്പോൾ ആ രീതിയിൽ ജനറേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് നമുക്കിപ്പോൾ ഉള്ള ഈ ഒരു പുതിയ മോഡലിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ ഈ കമ്പാരിസൺ കാണിച്ചതിന് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൻ്റെ ആ ഒരു പവർഫുൾനെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജെമിനിയുടെ പഴയ മോഡലും അതുപോലെ തന്നെ ക്ലോഡിൻ്റെ ലേറ്റസ്റ്റ് മോഡലൊക്കെ വെച്ച് നമ്മൾ ജനറേറ്റ് ചെയ്ത് കാണിച്ചത്. ഇനി നമുക്ക് അടുത്തൊരു പ്രോംപ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. യൂഷ്വലി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, ഇപ്പം ഊബറിലൊക്കെ പോകുമ്പം നമ്മളൊരു
ഫ്രം ലൊക്കേഷനും ടു ലൊക്കേഷനും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാണുന്ന രീതിയിൽ നമ്മൾ കാണാറില്ലേ, അതിൻ്റെ ഒരു സിമുലേഷൻ നമുക്കൊന്ന് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ മോഡൽ ചൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കാണാൻ വേണ്ടി ക്യാൻവാസ് ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ തന്നെ ഔട്ട്പുട്ട് കാണേണ്ട കോഡാണ് വേണ്ടതെങ്കിൽ ക്യാൻവാസ് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്തിട്ട് കോഡ് ഫയൽസ് കിട്ടുന്നത് നമുക്ക് എന്താ പറയുക നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോയിലൊക്കെ കൊണ്ടിട്ട് നിങ്ങൾക്ക് റൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് റൂട്ട് സിമുലേറ്റർ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് ഒരു ഫ്രം അഡ്രസ്സ് കൊടുക്കാനുള്ള ലൊക്കേഷൻ ഉണ്ട്, അതുപോലെ ടു കൊടുക്കാനുണ്ട്, ഫൈൻഡ് റൂട്ട്സ് കൊടുക്കാം നമുക്കിവിടെ. അപ്പോൾ നോക്കി അവൈലബിൾ ആയിട്ടുള്ള 2 റൂട്ടുകൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഏതാണ് വെഹിക്കിൾ കാണിക്കേണ്ടത് എന്നുള്ളത് ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ നമ്മൾ കാറാണ് കൊടുത്തിരുന്നത്, ബൈക്ക് ആക്കണമെങ്കിൽ അത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വെഹിക്കിളിൻ്റെ സിമുലേറ്റർ വെഹിക്കിളിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സ്പീഡ് എത്രത്തോളം വേണം നമ്മുടെ വെഹിക്കിൾ പോകുന്നതിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഫോളോ വെഹിക്കിൾ ഓൺ മാപ്പ്, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കാറ് മൂവ് ചെയ്യുന്നത് നമുക്കിവിടെ വിഷ്വലി കാണാൻ പറ്റും. അതനുസരിച്ച് ഇപ്പോൾ നമ്മൾ കാറിൻ്റെ ഇതിൻ്റെ സ്പീഡ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ കാറ് കുറച്ചും കൂടിയും സ്പീഡിൽ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം. കണ്ടോ? അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളും നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഡിഫറെൻറ്റ് റൂട്ട്സ് കാണിക്കുന്നുണ്ട്, അത് നമുക്ക് ചൂസ് ചെയ്തിട്ട് അതനുസരിച്ച് നമുക്ക് മൂവ്മെൻറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ സാധാരണ നമ്മളെപ്പോഴും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അതിലും എന്താ പറയുക ഒരുപാട് ഇതുപോലെയുള്ള ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. നമ്മളിതിപ്പോൾ ഗൂഗിൾ മാപ്സിൻ്റെ API യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇത് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെയൊക്കെ ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു, ഒരുപാട് കോഡിങ്ങും കാര്യങ്ങളും നമുക്ക് ഒരുപാട് ടൈമൊക്കെ എടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഓരോ മോഡലുകൾ AI അപ്ഡേറ്റ് ആയി വരുന്നതനുസരിച്ച് നമ്മൾക്ക് എന്താ പറയുക പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ഇതുപോലുള്ള മോഡലുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നാലാണ് ഓരോന്നിൻ്റെ കേപ്പബിലിറ്റീസ് എന്താണ്, ഓരോന്നിൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്തത് നമുക്കൊരു ഗെയിം ജനറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഗെയിം ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് ലെവലിലാണ് ഗെയിം വേണ്ടതെന്നുള്ളത് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതുപോലെ എന്തൊക്കെ കൺട്രോൾസാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ആരോസ് യൂസ് ചെയ്യണം, W or up to jump, space to swing, auto swing enabled but manual swinging adds power. അപ്പോൾ എങ്ങനെയാണ് കളിക്കേണ്ടത്, ഏതൊക്കെ ബട്ടൺസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മോഡ് ഒന്ന് മാറ്റി കൊടുക്കാം. ഈസി എന്നുള്ളതാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ഇപ്പോൾ കണ്ടത് നമുക്ക് മൂവ് ചെയ്യാനും ഉള്ള രീതിയിൽ ഈ ഒരു ഗെയിം ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു യൂസ് കേസ് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഒരു 3D എങ്ങനെയാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3D കാർ സിമുലേഷൻ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പ്രോംപ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് 3D ജനറേറ്റ് ചെയ്യുമ്പം ഔട്ട്പുട്ട് നൽകുന്നതെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ 3D ഡ്രൈവിംഗ് സിമുലേറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കേൾക്കണ്ടോ? നമുക്കിവിടെ ഈ ഒരു അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ വളരെ പവർഫുള്ളാണ് ജെമിനിയുടെ 3.1 പ്രോ മോഡൽ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് പറയുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.